ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യലായിട്ട് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ക്രീമി ആയിട്ടുള്ള എഗ് മോളിയുടെ റെസിപ്പി കാണാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം. മുട്ട ഈ പാത്രത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്വല്പം ഉപ്പും കൂടെ ഇട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇതിന് പുഴുങ്ങിയതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് കുറച്ച് കാഷ്നട്ട് ഒന്ന് അരച്ചെടുക്കണം. കുതിർത്തെടുത്ത കാഷ്നട്ട് മിക്സിയിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. മിക്സി മൂടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ മുട്ട തണുത്തതിന് ശേഷം ഇതിൻ്റെ തോട് കളഞ്ഞതിന് ശേഷം ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു വശം ഒന്ന് കുക്കായി വന്നാൽ ഒന്ന് തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം പാനിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു വലിയ സവോള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവോളയ്ക്ക് ഇപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2ാം പാലാണ്. അത് നമുക്കിതിലേക്ക് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഇതൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇത് നന്നായി തിളച്ച് വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടെ കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1ാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ക്രീമിയും ടേസ്റ്റിയുമായിട്ടുള്ള എഗ് മോളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.